Exercise 4.3, question number 7. The difference of the squares of two numbers is 180. The square of the smaller number is 8 times the larger number. Find the two numbers. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഫൈൻഡ് ദ ടു നമ്പേഴ്സ്, അതായത് സ്മോളർ നമ്പർ ആൻഡ് ലാർജർ നമ്പർ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ അതിന് വാരിയബിൾ അസ്യൂം ചെയ്യാം. ലെറ്റ് ദ ലാർജർ നമ്പർ ബി എക്സ് and smaller number be y. ഏതെങ്കിലും രണ്ട് വേരിയബിൾ അസ്യൂം ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദി ഡിഫറൻസ് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ടു നമ്പേഴ്സ് ഇസ് 180. ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും സ്ക്വയറിൻ്റെ ഡിഫറൻസ് അല്ലേ, അതായത് ലാർജർ നമ്പർ സ്ക്വയർ മൈനസ് സ്മോളർ നമ്പർ സ്ക്വയർ ഈക്വൽ ടു 180. ലാർജർ നമ്പർ സ്ക്വയർ തന്നെ ഫസ്റ്റ് വരണം, ബിക്കോസ് ഡിഫറൻസ് ആണ്. എന്നാലേ ലാർജർ നമ്പർ ഫസ്റ്റ് വന്നാലേ നമുക്ക് പോസിറ്റീവ് ആൻസർ റിസൾട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് ലാർജർ നമ്പർ ഇസ് ഈക്വൽ ടു എക്സ് അല്ലേ. സോ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, സ്മോളർ നമ്പർ ഇസ് ഈക്വൽ ടു വൈ ആണ്. സോ സ്മോളർ നമ്പർ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 180. ഇക്വേഷൻ നമ്പർ 1. ഇനി ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. ദ സ്ക്വയർ ഓഫ് ദ സ്മോളർ നമ്പർ ഇസ് 8 times the larger number. Square of the smaller number എന്ന് പറഞ്ഞാൽ smaller number square is equal to 8 times, that is 8 into larger number. Variables കൊടുക്കുക. Smaller number y ആണ് അല്ലേ. So y square is equal to 8 into larger number x, 8x. So next step, y square is equal to 8x ന് equation number 1 substitute. That is x square minus y square is equal to 8x equal to 180. Next step 180 നെ LHS ലേക്ക് എടുക്കുക. That is x square minus 8x plus 180 നെ LHS ലേക്ക് എടുക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് മൈനസ് 180 ഇസ് ഈക്വൽ ടു 0. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇനി എക്സിൻ്റെ വാല്യൂ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ക്വാഡ്രാറ്റിക് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒന്ന് റീറൈറ്റ് ചെയ്യാം. ദറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് 8x പ്ലസ് മൈനസ് 180 ഈക്വൽ ടു 0. നെക്സ്റ്റ് സ്റ്റെപ്പ് എ ബി ആൻഡ് സിൻ്റെ വാല്യൂസ് നോട്ട് ഡൗൺ ചെയ്യാം. എ ഈസ് ഈക്വൽ ടു x square coefficient, x square is same as 1x square, so a equal to 1, b is equal to x coefficient, that is minus 8, and c is equal to constant, that is minus 180. Sum and product to find out ചെയ്യാം. Sum is equal to b equal to minus 8, product equal to a into c equal to a equal to 1, c equal to minus 180. So 1 into minus 180 equal to minus 180. Next step, പ്രൊഡക്റ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ. ഇവിടെ കണ്ടീഷൻ എന്താണ്? ആ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് മൈനസ് 8 ആയിരിക്കണം, പ്രൊഡക്റ്റ് മൈനസ് 180 ആയിരിക്കണം. സോ നമ്പേഴ്സ് 10 and 18 ആണ്. 10 into 18 is equal to 180 ആണ്. നെക്സ്റ്റ് നമ്പേഴ്സിൻ്റെ സൈൻ നോക്കണം. അതിന് സം കൺസിഡർ ചെയ്യുക. ഇവിടെ സം is equal to minus 8 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ 10 and 18 ഡിഫറൻസ് ആണ് 8 വരുന്നത്. ട്രാക്റ്റ് ആണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഒരു നമ്പർ പോസിറ്റീവ് സൈൻ ആയിരിക്കും, ഒരു നമ്പർ നെഗറ്റീവ് സൈൻ ആയിരിക്കും. ഇവിടെ സം ഇസ് ഈക്വൽ ടു നെഗറ്റീവ് 8 ആണ്. ആൻസറിൽ നെഗറ്റീവ് വരുന്നുണ്ട്, അതായത് ഇവിടുത്തെ ലാർജർ നമ്പറിന് നെഗറ്റീവ് സൈൻ ആണ്. സോ മൈനസ് 18ഉം പ്ലസ് 10 പ്ലസ് മൈനസ് 18 ഈക്വൽ ടു 10 പ്ലസ് മൈനസ് മൈനസ് 18 ഇസ് ഈക്വൽ ടു മൈനസ് 8 and 10 into minus 8 is equal to minus 180. ഓക്കെ, സോ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമ്പേഴ്സ് എന്തൊക്കെയാണ്? സോറി, മൈനസ് 18. സോ നമ്പേഴ്സ് എന്തൊക്കെയാണ്? പ്ലസ് 10 ആൻഡ് മൈനസ് 18. നെക്സ്റ്റ് സ്റ്റെപ്പ്, മൈനസ് 8നെ സ്പ്ലിറ്റ് ചെയ്യുക. മൈനസ് 10 പ്ലസ് മൈനസ് 18ന് സ്പ്ലിറ്റ് ചെയ്യുക. ദറ്റ് ഇസ് 1x സ്ക്വയർ പ്ലസ് 10 പ്ലസ് minus 18
x plus minus minus 180 equal to 0, x square plus 10 plus minus minus 18x minus 180 equal to 0 plus x നെ മൾട്ടിപ്ലൈ ചെയ്യുക 10 into x 10x minus 18 into x 18x minus 180 equal to 0. Bracket open ചെയ്യുക, that is x square plus 10x plus into minus minus 18x minus 180 is equal to 0. Next group ചെയ്യുക. First group le x square plus 10x, x common ആണ്, right? So take it out, x into remaining x plus 10. Next minus 18 common ആണ് അല്ലേ, take it out. Negative 18 ആണ് outside എടുത്തിരിക്കുന്നത്, so ഈ negative sign becomes plus. So 18 into 10 ആണ് 180, so 18 outside എടുത്ത remaining 10 equal to 0. So x plus 10, x plus 10, take it out. X minus 18 is equal to 0. So either first term is equal to 0 or second term is equal to 0. Okay. X plus 10 is equal to 0 implies x equal to minus 10, or x minus 18 is equal to 0 implies x equal to plus 80. ഇവിടെ x equal to negative 10, ഇവിടെ നെഗറ്റീവ് വാല്യൂ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് x equal to xന് നെഗറ്റീവ് വാല്യൂ എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്യുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ x equal to negative 10 ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ x ലാർജർ നമ്പർ ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ലാർജർ നമ്പർ നെഗറ്റീവ് 10 ആണെങ്കിൽ നമുക്ക് സ്മോളർ നമ്പറിൻ്റെ വാല്യൂ എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടീഷൻ തന്നിട്ടുണ്ട്, സ്ക്വയർ ഓഫ് ദ സ്മോളർ നമ്പർ ഇസ് 8 ടൈംസ് ദ ലാർജർ നമ്പർ. അതായത് സ്മോളർ നമ്പർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 8x, y സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു മൈനസ് 10 ഈക്വൽ ടു മൈനസ് 80. സ്ക്വയർ ഓഫ് എനി റിയൽ നമ്പർ കനോട്ട് ബി നെഗറ്റീവ് അല്ലേ. അപ്പോൾ y സ്ക്വയർ ഇസ് ഈക്വൽ ടു എ നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. സോ ലാർജർ നമ്പറിന് നെഗറ്റീവ് വാല്യൂ പോസിബിൾ അല്ല. ഓക്കെ, so x equal to 18 consider ചെയ്താൽ larger number x equal to 18. So y square is equal to smaller number find out ചെയ്യാൻ വേണ്ടിയിട്ട് y square is equal to 8 into larger number, that is 8 into 18. So 8 into 18 is 144. So y is equal to root of 144 equal to so this is equal to root of 2 into 2 into 2 into 2 into 3 into 3 equal to 2 into 2 into 3. So y is equal to 2 into 2 into 3, that is 2 into 2 4 into 3 12. Y is equal to, that is larger number x equal to 18 and smaller number y is equal to 12. ഇവിടെ നമുക്ക് y square is equal to 144 എന്നാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ y is equal to plus or minus root 144. So yൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 12 ആയിരിക്കും. ഓക്കെ, so larger number is equal to 18 and smaller number is equal to plus 12 or minus 12.